ഇന്നത്തെ സംവാദത്തിൽ നമ്മൾ ചില നേതാക്കളെ അവരുടെ പ്രതികരണങ്ങളെയും പെരുമാറ്റങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്താൻ പറ്റും. ഇന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിൽ മുമ്പ് പറഞ്ഞു CPM-ൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് പിണറായി വിജയനും മറ്റേത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും. കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ വിഷമിക്കും. വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായ ആൻ്റണിയുണ്ട്, ശശി തരൂരുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്. അതങ്ങനെ പോവും. സാധാരണ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാർട്ടി പ്രസിഡന്റ് K സുധാകരൻ, അങ്ങനെ ആ നിര നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇവരിലൊക്കെ ചിലർ ആദ്യം ഇരു മുന്നണികൾ ഉറപ്പിക്കുന്നത്, അല്ലെ പക്ഷപ്രതിപക്ഷങ്ങൾ ഉറപ്പിക്കുന്നത്, തങ്ങളുടെ ഇടയിൽ ആർക്ക് നല്ല ഇടനിലക്കാരനാകാൻ പറ്റുമെന്നുള്ളതാണ്. ആർക്ക് നല്ല ഇടനിലക്കാരനാകാൻ പറ്റും. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ പേര്, ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയെ തെല്ലൊന്നുമല്ല അലോരസപ്പെടുത്തിയിരിക്കുന്നത് ആ പെണ്ണുങ്ങളുടെ സമരം, ജീവിക്കാൻ ചുറ്റുപാടില്ലാത്ത പെണ്ണുങ്ങളുടെ സമരം. അവരെ ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവായിട്ട് ചിത്രീകരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ വർഗസമരത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട വിഭാഗമാണ്. ഈ ചിത്രീകരണത്തിന് മുന്നിൽ നിന്നത് AK ബാലനല്ല, MM മണിയല്ല, മറിച്ച് ഹൈടെക് അല്ലെ ഉയർന്ന നിലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഈ ഇവരെ ബ്രാൻഡ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്നിരിക്കുന്ന എളമരക്കരീമാണ്. എളമരക്കരീം ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമല്ലോ? ഈർക്കിൽ സംഘടനയാണ്, ജനദ്രോഹ സംഘടനയാണ്, മറ്റാരോ സംഘടിപ്പിക്കുന്നതാണ് എന്നുള്ള വാചകങ്ങൾ നൽകി ഈ സംഘടനാ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഇവർ പറഞ്ഞ ന്യായം ജനപിന്തുണ ഇല്ലാത്ത സമരമാണ്, അല്ലെ ജനങ്ങളെ 8, 10 അല്ലെ 10 ഭൂരിപക്ഷമില്ലാത്തവരുടെ സമരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാലത്തെങ്കിലും CPM-ന് ഇന്ത്യയിൽ ഒരു സമരമെങ്കിലും നടത്താൻ പറ്റുമായിരുന്നു, കേരളത്തിൽ പറ്റുമായിരുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാം തുടങ്ങി വെച്ചത് 5, 10, 20 പേരിൽ നിന്നാണ്, ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള 20 പേരിൽ നിന്നും. ഇനി എളമരക്കരീമിനെ എന്തിനു മുന്നിൽ നിർത്തിയെന്ന് ചോദിച്ചാൽ, UDF-ൻ്റെ ഏറ്റവും അല്ലെ കോൺഗ്രസിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ആളുടെ എളമരക്കരീം പറയാമോ? തരൂര് രാജീവിന് കൊടുത്ത പോലെയൊന്നും അല്ല. എളമരക്കരീമിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മറ്റാരുമല്ല, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പല നേതാക്കന്മാരുടെയും ആദർശ പുരുഷനായ ശ്രീ AK ആൻ്റണിയാണ്. ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണ്, ഏറ്റവും നല്ല വ്യവസായ നയമാണ് എന്ന് ആൻ്റണി പറഞ്ഞു. തരൂരാണ് പറഞ്ഞിരുന്നെങ്കിൽ തരൂരിൻ്റെ കൈയും കാലും വെട്ടി തരൂരിനെ മൂലക്കിരുത്തിയാണ്. ഒരു നാവും അനങ്ങിയില്ല, ഒരു നാമസങ്ങളും അനങ്ങിയില്ല. MM ഹസൻ പോലും ഒന്നും പറഞ്ഞില്ല. എന്തേ പറയാത്ത? എളമരക്കരീമിനെ വിശുദ്ധനായി AK ആൻ്റണി പ്രഖ്യാപിച്ചപ്പോൾ വാഴ്ത്തുപാട്ടുമായി നടന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. AK ആൻ്റണിക്ക് വാഴ്ത്തുപാട്ട്. അപ്പോൾ പിണറായി വിജയനെതിരായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അപ്പോഴെല്ലാം സംരക്ഷിക്കാൻ ആരെങ്കിലും UDF-ൽ നിന്നുണ്ടാവും. ഒന്നോർക്കണം, രൂക്ഷമായ ഭാഷയിൽ ആരെ വിമർശിച്ചു? സുധാകരൻ പിണറായിയെ വിമർശിച്ചപ്പോൾ അവിടെ സാന്ത്വനത്തിൻ്റെ ശബ്ദവുമായി വന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാണോ അങ്ങനെ പറയാവോ എന്ന്? പിണറായിയോട് പറയേണ്ട ഭാഷ എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത അദ്ദേഹത്തോട് സുധാകരൻ പറഞ്ഞ അദ്ദേഹത്തോട് കാണിക്കേണ്ട വിനയം കാണിക്കുന്നുണ്ട്, അർഹിക്കുന്ന വിനയം. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാ? അതിന് വിഷമം എന്തിനാ? ആ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തരൂര് പറഞ്ഞതിനെ പറ്റി വേണേൽ പറയും, അല്ലെ കോൺഗ്രസ്സുകാർ മറ്റുള്ളവരെ പറ്റി പറയുന്നതിനെ പറ്റി പറയും. അപ്പോൾ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ഇത്തരം ഓരോ കക്ഷികളിലും ഓരോ ഏജൻറ്റുമാരുണ്ടാവും. അതിലെ CPM-ൻ്റെ ഏറ്റവും നല്ല പവർ ബ്രോക്കർ മറ്റ് AK ബാലനൊന്നുമല്ല. AK ബാലൻ കുടുംബത്തിൻ്റെയാണ്, പിണറായിയുടെ കുടുംബത്തിൻ്റെ പവർ ബ്രോക്കറാണ്. പൊതു പവർ ബ്രോക്കർ എന്ന് പറയുന്നത് എളമരക്കരീമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ, CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഓർക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു ഗേറ്റ് തുറന്നിട്ടിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാവരെയും പ്രവേശിക്കുന്നതിൽ ഒരു ഗേറ്റ് തുറന്നിട്ടിരുന്നു. ആ ഭാഗത്തെ സമരത്തിൻ്റെ ചുമതലക്കാരൻ മറ്റാരുമായിരുന്നു? എളമരക്കരീമായിരുന്നു. നിങ്ങൾ അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റ് സമയത്ത് സമരത്തിൽ പങ്കാളിയാകാൻ പറ്റാതെ വന്ന ഒരുപറ്റം വാളണ്ടിയർമാർ തിരുവനന്തപുരത്ത് നിന്നെത്തി. അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, എല്ലാം ഫുള്ളി ബുക്ക്ഡാണ്. അത്രയ്ക്ക് ശക്തമായിരുന്നു, അത്രയ്ക്ക് ബഹുജന വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ഇവർ പോയി ഇരുന്നത് എളമരക്കരീമിന് ചുമതല കൊടുത്തിരുന്ന ഗേറ്റിലാണ്. വടക്കേ ഗേറ്റ് വരിക, ഗേറ്റിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല.
അത് തുറന്നിട്ടിരിക്കുകയാണ്. അതായത് എന്ന് വെച്ചാൽ എല്ലാ കക്ഷികളും തമ്മിലുള്ള ധാരണയാണ് മന്ത്രിമാരും അങ്ങനെയുള്ളവരും വന്നാൽ കിടത്തി വിടണം. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ട് ഇതാണ്. അവിടുത്തെ ചുമതല എളമര കരീമിനാണ് കൊടുത്തത്, മറ്റാർക്കല്ല കൊടുത്തത്, കോഴിക്കോട്ട് നിന്നുള്ള പ്രവർത്തകർക്കാണ് കൊടുത്തത്. അവിടെ ഈ പുറത്തുനിന്ന് വന്ന പ്രവർത്തകർ ഇവരറിയാതെ അതിൻ്റെ കൂടെ പങ്കെടുത്തു. മുദ്രാവാക്യം വിളി കൂടി, എല്ലാത്തിലും കൂടി. അപ്പോഴാണ് ഒരു മന്ത്രി ആ വഴിക്ക് കടന്നു വരുന്നത്, മന്ത്രിയുടെ വാഹനം വരുന്നത്. ഇവർ തടയാൻ ചെന്നു. ആരാ? പുറത്തുനിന്ന് വന്ന പ്രവർത്തകർക്ക് കഥയറിയത്തില്ലാത്തതുകൊണ്ട് തടയാൻ ചെന്നു. ആ കൂട്ടത്തിൽ മറ്റു സഖാക്കളും കൂടി. അപ്പോഴാണ് അവിടെ ഒരു സിംഹഗർജനം കേട്ടത്. നിങ്ങളോട് ആര് പറഞ്ഞു തടയാൻ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ? ഇത് പട്ടാളച്ചിട്ടെ പോലെ അടിച്ചെടുക്കി ഇരുത്തുന്ന, ക്ലാസ് റൂമിൽ ഇരുത്തുന്ന പോലെയാണ്. നിങ്ങൾക്ക് എവിടെയല്ലല്ലോ ചുമതല. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരുന്നത്? ഈ മന്ത്രിമാരെ സുരക്ഷിതമായി കടത്തിവിടാനുള്ള ഏജൻ്റായിട്ട്, കങ്കാണിയായിട്ട് പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഇടയിലുള്ള കങ്കാണിയായിട്ട് പ്രവർത്തിച്ച എളമര കരീമിനാണ്. ആ എളമര കരീമിനെ പ്രശംസിച്ചത് ആന്റണിയാണ്. എന്തുകൊണ്ടാണ് ആന്റണി പ്രശംസിച്ചത്? ഇപ്പോൾ തരൂർ പി രാജീവ് അത്രയൊന്നും ആയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ മാത്രമുള്ള ആളൊന്നും പി രാജീവ് ആയിട്ടില്ല. ആകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൈതോലപ്പായുടെ ബന്ധം മാത്രമേ ഉള്ളൂ. പഴയ സഖാക്കൾ പറയുന്നുണ്ട്, ശക്തിധരൻ പറയുന്നുണ്ട്, എന്താ ഇയാളുടെ റോൾ, എങ്ങനെയാണ് കൈതോലപ്പായ കാശ് തിരുവനന്തപുരത്ത് ആരാണ് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആ പി രാജീവിനെ ശശി തരൂർ പറഞ്ഞു നല്ല വ്യവസായ നയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കടിച്ചു കയറാൻ എത്ര പേരാ ചാടിയിറങ്ങിയത്? എന്തേ ചാടിയിറങ്ങിയതിൻ്റെ കാരണം? തരൂരായതുകൊണ്ടാണ്. ഇത് സതീശനോ അല്ലെങ്കിൽ എം എം ഹസനോ ചെയ്യാൻ പോകുന്ന, എം എം ഹസനോട് പറഞ്ഞാൽ 10 വട്ടം ചെയ്തേനല്ലോ. എങ്ങനെയാണ് സതീശന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ പോയി അധ്യക്ഷത വഹിക്കാൻ പറ്റിയത്? ആലോചിച്ച് നോക്ക്. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ശരിയാണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ആൾക്കാരെ ഷോപ്പിംഗ് മാനിയയിലേക്ക് പെടുത്തി. ആ ഷോപ്പിംഗ് മാനിയ ഉണ്ടാക്കിയ അപകടങ്ങളാണ് ഇന്ന് കേരളം മുഴുവൻ കാണുന്നത്. ഈ ഷോപ്പിംഗ് മാനിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിലല്ലേ അതിനെ എതിർക്കുന്നത്. ശശി തരൂർ പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. ശശി തരൂർ പറഞ്ഞതിനെ എതിർക്കുകയും പിറ്റേ ദിവസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പോയി പി രാജീവിന് കൈ കൊടുക്കുകയും ചെയ്യുന്ന വി ഡി സതീശനുണ്ട് ഇവിടെ. ഇദ്ദേഹമാണോ കോൺഗ്രസിൻ്റെ നേതാവ്? ഇദ്ദേഹമാണോ പ്രതിപക്ഷ നേതാവ്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇത് BJP കോൺഗ്രസ് നേതൃത്വവും CPM നേതൃത്വവും തമ്മിൽ നടത്തുന്ന പല ഒത്തുതീർപ്പ് നാടകങ്ങളും വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾ കാണും. ഇലക്ഷൻ അടുക്കുന്തോറും കാണും. ചിലരുടെയൊക്കെ വിജയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പിക്കും. അതൊരു അത്യാവശ്യ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വ മാറ്റം ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്ന ആരെയാണ്? CPM ഒട്ടും ഉത്കണ്ഠപ്പെടുത്തുന്നില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വമാറ്റം ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെ, ആരായാലും കുഴപ്പമില്ല. രണ്ടാമത് ഉത്കണ്ഠപ്പെടുത്തുന്ന BJP-യാണ്. BJPക്ക് അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. നേതാക്കന്മാരില്ലാത്ത പാർട്ടിയാണ് BJPയും കോൺഗ്രസും. ഇന്ന നേതാവെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി നേതാക്കന്മാരാണ്. ജാതിയാണ്, ഇവിടെയാണ് നായന്മാർ മുഴുവൻ നേതാക്കന്മാരാണ്. ഒരു കാലത്ത് CPI നടത്തിയ പരീക്ഷണം പോലെയാണെന്ന് കോൺഗ്രസ് നടത്തുന്നത്. എല്ലാ ഈഴവരെ വെച്ചുകൊണ്ട് CPI ഒരു പരീക്ഷണം നടത്തി. CPM-ൻ്റെ കീഴിലുള്ള ഈഴവരെയും കൂടെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്ന്. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. അത്തരമൊരു പരീക്ഷണം ഇപ്പോൾ കോൺഗ്രസ് നടത്തിയാലും കാര്യമില്ല. പിന്നെ അതിന് പകരം കൊണ്ടുവരുന്നത് അടൂർ പ്രകാശിനാണേലും ബെന്നി ബെഹനാനാണേലും മാത്യു കൊള്ളനാടിൻ്റെ പേരില്ല, ബെന്നി ബെഹനാൻ്റെ പേരായി. അതിന് കാരണങ്ങളുണ്ട്, അതിൻ്റെ മെച്ചങ്ങളുണ്ടാവും. പക്ഷെ അടൂർ പ്രകാശിനെ നിർത്തിക്കഴിഞ്ഞ് ഈഴവരുടെ പ്രതിനിധിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ മെച്ചം ഉണ്ടാകില്ല എന്നറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എളമര കരീം തൊട്ട് എല്ലാ മുന്നണികളിലും ഇത്തരം കരീമുമാർ ഒത്തിരിയുണ്ട്. ഇവർ പരസ്പരം വാഴ്ത്തിപ്പാടും. കരീമിനെ പറ്റി ആന്റണി പറഞ്ഞ എന്നാന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് വാളെടുക്ക തരൂരിനെതിരായിട്ട്. തരൂർ എന്താണ് ചെയ്തിരിക്കുന്നത്? ചക്കിട്ടുപാറ ഉൾപ്പെടെ ഏതെല്ലാം കേസുകളിൽപ്പെട്ട ആളാണ് അയാൾ? ഏത് സമരമാണ് അയാൾ നടത്തിയിരിക്കുന്നത്? സെക്രട്ടേറിയറ്റ് ഹാളിൽ ഇങ്ങനെയുള്ള ആർഭാടം നിറഞ്ഞ സമരം മാത്രമല്ലാതെ എന്ത് സമരം നടത്താൻ പറ്റിയിരിക്കുന്നത്? ഏത് ലക്ഷ്യത്തിലാണ് പാർട്ടി എത്തിക്കാൻ പറ്റിയിരിക്കുന്നത്? പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത നേതാവാണ് കരീം. കാരണം മുഹമ്മദ് റിയാസിൻ്റെ ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോടെ പാർട്ടികളുടെ CIT അണികളുടെ മേൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണമുള്ളത് കരീമിനാണ്. കരീമിനെ പിണക്കിയാൽ റിയാസ് വിഷമിക്കും. അതുകൊണ്ട് ഇപ്പോൾ കരീമിനെ ഒന്ന് മുന്നോട്ട് നിർത്തേണ്ട ആവശ്യം പിണറായി വിജയനും റിയാസിനുമുണ്ട്, ആ വിഭാഗത്തിനുണ്ട്. ആ മാറ്റം മുന്നോട്ട് അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ്സുകാർ ഇല്ലാതെ പോകുമ്പോൾ ആന്റണി കരീം കണക്ഷനെ പറ്റി എൻ്റെ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഈ സന്ദർഭത്തിൽ പറയാത്തത്, സോണിയാഗാന്ധി അറിയിക്കാത്ത എന്തി? ഇന്ന് ഈ പ്രശ്നത്തിൽ തരൂരിൻ്റെ പ്രശ്നത്തിൽ മധ്യസ്ഥനായിട്ട് വരാൻ പോകുന്ന ആന്റണിയാണ്. ഇതേ ആന്റണി ചെയ്ത കുറ്റം തന്നെയാണ് തരൂരും ചെയ്തിരിക്കുന്നത്. പറയുമോ? കോൺഗ്രസ് നേതാക്കൾ പറയുമോ?
പറയാൻ സാധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തൽക്കാലം കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ സഹതപിക്കാം. ഏതെങ്കിലും നല്ല വഴി തെളിയുമെന്ന് വിചാരിക്കാം. നന്ദി, നമസ്കാരം.